ഇന്ത്യൻ ഭരണഘടനയും ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും മറ്റ് നിയമങ്ങളും ഇരയുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം കുറ്റവാളികളുടെയും മൗലികാവകാശങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട്. ആധുനിക സംസ്കാരത്തിന് അനുസൃതമായി കുറ്റവാളിയെയും ഒരു മനുഷ്യനായി പരിഗണിച്ച് അയാൾക്ക് മാനസാന്തരം ഉണ്ടാകാനാണ് ശിക്ഷ നൽകുന്നത്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങളിൽ കോടതി കുറ്റക്കാർക്ക് വധശിക്ഷയും വിധിക്കാറുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിക്ക് പോലും ആ ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് വരെ വൈദ്യസഹായവും മാനുഷിക പരിഗണനയും നൽകണമെന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. അതുകൊണ്ടാണ് തൂക്കുകയറിനെ അഭിമുഖീകരിക്കുന്ന ഒരു കുറ്റവാളിയുടെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ സാധ്യമെങ്കിൽ ജയിൽ അധികൃതർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത കാലത്ത് പ്രമാദമായ ചില ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് വഴിവിട്ട നിയമസഹായവും നിയമപരിഗണനയും നൽകുക വഴി ചില വിവാദ നടപടികൾ ക്ഷണിച്ചിരിക്കുകയാണ് സർക്കാർ. അതിലൊന്നാണ് ഭാസ്കര കാർണവർ കൊലക്കേസിലെ പ്രതിയായ ഷെറിന് ലഭിച്ച ശിക്ഷാ ഇളവ്. 3 ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട പ്രതിക്ക് 14 വർഷത്തെ ശിക്ഷാ കാലയളവിന് ശേഷം ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്ത് സർക്കാർ ജയിൽ മോചനത്തിനുള്ള വഴി തുറന്നിരിക്കുന്നത്. 20ഉം 25ഉം വർഷങ്ങൾ ശിക്ഷ അനുഭവിച്ച അവശരും ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള പല പ്രതികളും ചില സാങ്കേതിക വിഷയങ്ങൾ കണക്കിലെടുത്ത് മോചനം വൈകി ജയിലിൽ തുടരുന്ന അവസരത്തിലാണ് ഷെറിന് ശിക്ഷാ ഇളവ് ലഭിച്ചിരിക്കുന്നത്. ഇതേ കേസിലെ മറ്റു പ്രതികൾക്ക് ലഭിക്കാത്ത പ്രത്യേക പരിഗണനയാണ് ഷെറിന് ലഭിച്ചത്. നല്ല നടപ്പ്, മാനസാന്തരം വന്നു, വനിതയാണ് എന്നൊക്കെയുള്ള പരിഗണനയാണ് ശിക്ഷാ ഇളവിനായി പരിഗണിച്ചത്. എന്നാൽ ജയിലിൽ സഹതടവുകാരുമായും ജയിൽ അധികൃതരുമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു തടവുകാരിയാണ് ഷെറിൻ. രാഷ്ട്രീയ ഇടപെടലുകൾ ശിക്ഷാ ഇളവിന് പിന്നിലുണ്ടെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഷെറിന് ജയിൽ ശിക്ഷ ലഭിച്ചത്. ശിക്ഷാ കാലയളവിൽ 500 ദിവസം ഷെറിന് പരോൾ ലഭിച്ചു എന്നതും മറ്റൊരു അപൂർവതയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, അതിൽ ഒരു വേർതിരിവും ഉണ്ടാകരുത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഒരേ സാഹചര്യത്തിൽ ഒരേ കുറ്റം ചെയ്തവർക്ക് ശിക്ഷാ കാലാവധിയിൽ ലഭിക്കുന്ന ഇളവുകളിൽ അന്തരം പ്രത്യക്ഷമാണ്. ഒരു കുറ്റവാളിക്ക് മാനസാന്തരം വന്നിട്ടുണ്ടോ എന്ന് ജയിൽ അധികൃതർ മാത്രം റിപ്പോർട്ട് നൽകിയാൽ മതി എന്ന നിലവിലെ വ്യവസ്ഥ പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി മറ്റൊരു സമീപകാല കേസും നോക്കാം. പാലക്കാട് നെന്മാറ ബോയൻ കോളനിയിലെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര നേരത്തെ മറ്റൊരു കൊലക്കേസിൽ ശിക്ഷ അനുഭവിച്ചു വരവെ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഇരട്ടക്കൊലപാതകം നടത്തി നാടിനെ ഞെട്ടിച്ചത്. ചെന്താമര നേരത്തെ കൊലപ്പെടുത്തിയ സജിതയുടെ ഭർത്താവിനെയും മാതാവിനെയുമാണ് ഇത്തവണ ജാമ്യത്തിൽ കഴിയവെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇത്തരത്തിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തിയ കുറ്റവാളികൾക്ക് അനായാസം ജാമ്യം നൽകുന്നത് കേസിലെ സാക്ഷികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു. ഒരു കുറ്റവാളിയുടെ മാനസിക നില, അക്രമ സ്വഭാവം, മുൻകാല സ്വഭാവം എന്നിവ പരിഗണിച്ച് മാത്രമേ ഇത്തരക്കാർക്ക് ശിക്ഷയിൽ ഇളവോ ജാമ്യമോ നൽകാൻ പാടുള്ളൂവെന്ന് നിയമവിദഗ്ധരും ക്രിമിനൽ മനോരോഗ വിദഗ്ധരും ക്രിമിനോളജിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നു. നടനും മിമിക്രി കലാകാരനുമായ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെയുള്ള പോക്സോ കേസിൽ ഹർജിക്കാരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ച് തീർപ്പാക്കിയിട്ടേ അറസ്റ്റ് പാടുള്ളൂ എന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. നിയമത്തിന്റെ പരിരക്ഷ ഇരയ്ക്ക് മാത്രമല്ല കുറ്റാരോപിതനും ലഭിക്കുന്നു എന്നതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ മഹത്വം. എല്ലാവർക്കും തുല്യനീതി എന്നത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നു. ഒരു കുറ്റം ഒരാളുടെ മേൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അയാളെ കുറ്റവാളി എന്ന് പറയാൻ കഴിയൂ. അതുവരെ അയാളെ നിരപരാധി എന്നാണ് കരുതുന്നത്. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ കുറ്റാരോപിതൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഒരാൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് പരിശോധിച്ച് അയാൾക്ക് ശിക്ഷ വിധിക്കേണ്ടത് നീതിന്യായ കോടതിയുടെ അധികാരവും ഉത്തരവാദിത്വവുമാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഒരു പ്രധാന സവിശേഷത. കുറ്റാരോപിതനും ചില നിയമസംരക്ഷണങ്ങൾ നമ്മുടെ നിയമങ്ങൾ നൽകുന്നുണ്ട്. അഭിഭാഷകനെ സ്വന്തമായി വയ്ക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു കുറ്റാരോപിതന് സർക്കാർ ചിലവിൽ ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കും. നീതിപൂർവവും സുതാര്യവുമായ ഒരു വിചാരണയും നടത്തേണ്ടതായുണ്ട്. കൂടാതെ പ്രതിഭാഗത്തിന് സാക്ഷികളെ വിസ്തരിക്കാനുള്ള അവകാശവുമുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളിലും ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളിലും ജാമ്യ വ്യവസ്ഥയുണ്ട്. അത് കർശനമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് പോലീസും മറ്റ് അധികാരികളുമാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെടുന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്കും മനുഷ്യാവകാശങ്ങളുണ്ട്. വൈദ്യസഹായം, ഭക്ഷണം, സുരക്ഷ, വിശ്രമം
തുടർ വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനുമുള്ള അവസരങ്ങൾ, ജയിലിൽ ചെയ്യുന്ന ജോലികൾക്കുള്ള മാന്യമായ വേതനം, ഉറ്റവരെ കാണാനുള്ള അനുമതി, പരോൾ എന്നിവയാണ് അവയിൽ പ്രധാനം. എന്നാൽ ഈ അവകാശങ്ങൾ ജയിലിലെ എല്ലാ അന്തേവാസികൾക്കും ഒരേപോലെ നൽകേണ്ടതാണ്. പക്ഷേ ഇത് പക്ഷപാതരഹിതമായി പാലിക്കപ്പെടുന്നില്ല. അത് പരിശോധിക്കാനും അനർഹർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ നടപടികൾ എടുക്കാനും കാര്യക്ഷമമായ സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട്.